ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും സഹകാരി റൈസ് പ്ലസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അംനേഷ്യ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്ക് വരുന്നത് മെമ്മറി ഫോഗറ്റിംഗ് എന്ന ടോപ്പിക്കിൻ്റെ കീഴിലാണ്. ഫോഗറ്റിംഗ്, മറവി എന്നതിനെ കുറിച്ച് പറയുമ്പോൾ പഠിച്ചിരിക്കേണ്ട ഒരു പ്രയോഗമാണ് അംനേഷ്യ അഥവാ സ്മൃതിഭംശം എന്ന് പറയും. നമ്മുടെ മെമ്മറി തൽക്കാലത്തേക്കോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടോ നഷ്ടപ്പെട്ടു പോകുന്നതിനാണ് അംനേഷ്യ എന്ന് പറയുന്നത്. സോ ഈ അംനേഷ്യയെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് ഫോഗറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് കരുതുന്നു. ഈ റിപ്രസ്ഡ് മെമ്മറീസിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ അവിടെ ഒരു അംനേഷ്യ എന്ന് പറയുന്നൊരു ടേം, സൈക്കോളജിക്കൽ അംനേഷ്യ എന്ന് പറയുന്നൊരു ടേമിനെ കുറിച്ച് പറഞ്ഞു. അതേപോലെ കുട്ടികളിലുണ്ടാകുന്ന അംനേഷ്യ എന്ന രീതിയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ സിലബസിൽ അംനേഷ്യയെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട്, വളരെ എടുത്ത് തന്നെ പറയുന്നുണ്ട്. അംനേഷ്യ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ പഠിക്കണം എന്ന രീതിയിൽ എടുത്തു പറയുന്നത് കൊണ്ട് ഞാൻ അംനേഷ്യയുടെ പ്രധാനപ്പെട്ട കുറച്ച് കാറ്റഗറീസ് മാത്രം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. സോ നമുക്ക് ആദ്യമായിട്ട് നോക്കാം എന്താണ് അംനേഷ്യ എന്ന് നോക്കാം. അംനേഷ്യ എന്ന് പറയുന്നത് ഈസ് എ ജനറൽ ടേം ദാറ്റ് ഡിസ്ക്രൈബ്സ് മെമ്മറി ലോസ്. നമ്മുടെ ഓർമ്മ നഷ്ടപ്പെടുന്നതിനെ കുറിച്ചുള്ള ഒരു ജനറൽ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള ടേമാണ് അംനേഷ്യ. നിങ്ങൾ പല സിനിമകളിലും ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ലോസ് ക്യാൻ ബി ടെമ്പററി ഓർ പെർമനന്റ്. ഇവിടുത്തെ ലോസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ടെമ്പററി ആകാം അല്ലെങ്കിൽ പെർമനന്റ് ആകാം. ദ അംനേഷ്യ യൂഷ്വലി റെഫേഴ്സ് ടു ദ ടെമ്പററി വെറൈറ്റി. എന്നാലും നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് താൽക്കാലികമായിട്ടുള്ള, ഒരാളുടെ ഓർമ്മ മൊത്തത്തിൽ അങ്ങ് നഷ്ടപ്പെടില്ല, കുറഞ്ഞ സമയങ്ങളിൽ മാത്രം നഷ്ടപ്പെടുന്നു. ഇതാണ് എന്ത് പറയുന്നു, ടെമ്പററി വെറൈറ്റി ഓഫ് മെമ്മറി ലോസിനെയാണ് അംനേഷ്യ എന്ന് പൊതുവിൽ പറയാറുള്ളത്. ഈ അംനേഷ്യ ഉണ്ടാകാൻ പല കാരണങ്ങളുണ്ട്. തലയിൽ, പ്രധാനമായിട്ട് നമ്മുടെ ബ്രെയിനിൽ ഡാമേജ് ഉണ്ടാകുന്ന സമയത്താണ് അംനേഷ്യ വരുന്നത്. കോസസ് ഇൻക്ലൂഡ് ഹെഡ് ആൻഡ് ബ്രെയിൻ ഇഞ്ചുറീസ്. ഇത് ഒന്നെങ്കിൽ ഒരാൾ ഉപയോഗിക്കുന്ന ഡ്രഗ്സ്, ആൽക്കഹോൾ അല്ലെങ്കിൽ ട്രോമാറ്റിക് ഈവൻറ്റ്സ്, നമുക്ക് മാനസികമായിട്ട് നമ്മളെ വളരെയധികം സ്വാധീനിക്കാൻ ഇടയായുള്ള സംഭവങ്ങൾ, such as Alzheimer's disease. അതേപോലെ ചില സാഹചര്യങ്ങൾ, അൽഷിമേഴ്സ് പോലുള്ള ചില അസുഖങ്ങൾ കാരണമെല്ലാം നമുക്ക് അംനേഷ്യ ഉണ്ടാകാറുണ്ട്. അംനേഷ്യയെ നമുക്ക് 4 കാറ്റഗറി ചെയ്യാം. അപ്പോൾ ഈ 4 കാറ്റഗറി ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ ഈ ഒരു 2 കാറ്റഗറീസ് ആണ് പഠിക്കേണ്ടത്. ഒന്ന് ആൻറ്റിറോഗ്രേഡ് അംനേഷ്യ, മറ്റൊന്ന് റെട്രോഗ്രേഡ് അംനേഷ്യ. ആൻറ്റിറോഗ്രേഡ് അംനേഷ്യ എന്ന് പറയുന്നത് ഒരു ആൾക്ക് cannot remember new information, പുതിയ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കാൻ കഴിയില്ല. പക്ഷെ എന്ത് കഴിയും, പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കാൻ കഴിയും. അപ്പോൾ പുതിയ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കാൻ കഴിയുന്നില്ല, പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കാൻ കഴിയും. ഇതിനെയാണ് ആൻറ്റിറോഗ്രേഡ് അംനേഷ്യ എന്ന് പറയുന്നത്. ഇത് കുറച്ച് പ്രായമുള്ള ആളുകൾക്കാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്താൽ മതി. നമ്മുടെ വീട്ടിൽ കുറച്ച് പ്രായമുള്ള ആളുകളുണ്ട് എങ്കിൽ അവർക്ക് കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ പറഞ്ഞാൽ അതൊന്നും അവരുടെ ഓർമ്മയിൽ നിൽക്കില്ല. പഴങ്കഥകൾ അല്ലെങ്കിൽ പഴയ ഓർമ്മകൾ അവർക്ക് നല്ല ശക്തമായിട്ടുണ്ടാകും. അപ്പോൾ അവിടെ ഓർക്കുക. ആൻറ്റിറോഗ്രേഡ് അംനേഷ്യ എന്ന് പറഞ്ഞാൽ അതാണ്. ഇത് ഒരു പ്രായമായ ആളുകൾക്കാണ് അധികവും വരിക. അവർക്ക് പുതിയ കാര്യങ്ങൾ ഓർക്കാൻ കഴിയില്ല, പഴയ കാര്യങ്ങൾ നന്നായിട്ട് അവരുടെ ഓർമ്മയിൽ തെളിഞ്ഞു നിൽക്കുകയും ചെയ്യും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് റെട്രോഗ്രേഡ് അംനേഷ്യ. നമ്മളിവിടെ പറഞ്ഞു പുതിയ കാര്യങ്ങൾ ഓർക്കാൻ കഴിയില്ല എന്ന്. പക്ഷെ ഇവിടെ ആൾക്ക് പുതിയ കാര്യങ്ങൾ ഓർമ്മയുണ്ടാകും, പഴയ കാര്യങ്ങൾ ഓർമ്മയുണ്ടാകില്ല. ഇത് പല സിനിമകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്നലെ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് അതിലെ നായികയ്ക്കുണ്ടാകുന്ന ഒരു മറവിയുണ്ടല്ലോ, പഴയ കാര്യങ്ങൾ ഓർമ്മയില്ല, പുതിയ കാര്യങ്ങൾ അയാൾക്ക് ഓർമ്മയുണ്ട്. അത് റെട്രോഗ്രേഡ് അംനേഷ്യയാണ്. പുതിയ കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്, അംനേഷ്യ വരുന്നതിന് തൊട്ട് മുമ്പെയുള്ള കാര്യങ്ങൾ ഓർക്കുന്നില്ല. അത് പല സിനിമകളിലും നമ്മൾ അതിനെക്കുറിച്ച് കണ്ടിട്ടുണ്ടാകും. ഓക്കെ എന്ന് കരുതുന്നു. സോ ഇനി നമുക്ക് അംനേഷ്യ എന്നതിൻ്റെ 4 ടൈപ്സിലേക്ക് പോകാം. 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അംനേഷ്യ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന് പോസ്റ്റ് ട്രോമാറ്റിക് അംനേഷ്യ. ട്രോമാറ്റിക് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി, എന്തെങ്കിലും മെന്റലി നമ്മൾ വളരെയധികം ഹേർട്ട് ചെയ്യുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടാവുക, ഒരു അപകടം സംഭവിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു ട്രാജഡി ഉണ്ടാകുക, അതിനോടനുബന്ധമായിട്ട് വരുന്നതാണ് പോസ്റ്റ് ട്രോമാറ്റിക് അംനേഷ്യ. ഇതിന് നമുക്ക് PTA എന്ന് ഷോർട്ടാക്കി പറയാം. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ ആളോ. ഇതുണ്ടാകുന്നത് ടൈം ആഫ്റ്റർ എ പീരീഡ് ഓഫ് അൺകോൺഷ്യസ്നെസ് വെൻ ദ ഇൻജേർഡ് പേഴ്സൺ ഈസ് കോൺഷ്യസ് ആൻഡ് awake but is behaving or talking in a
ബിസിയർ ഓർ ആൻ ക്യാരക്ടറിസ്റ്റിക് മാനർ. ഒരു വ്യക്തി ഒരു ട്രമാറ്റിക് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു, അവൻ്റെ ബോധം നഷ്ടപ്പെടുന്നു. ബോധം വന്നതിന് ശേഷം അയാൾക്ക് എന്തോ ഓർമ്മയില്ലാത്തതുപോലെ ബിഹേവ് ചെയ്യുന്നു. ഇതാണ് പോസ്റ്റ് ട്രോമാറ്റിക് അംനീഷ്യ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു ഫിലിമിലോ, അവിടെ ഒരു ബസ് അപകടം ഉണ്ടായിട്ട് അതിൽ നിന്നും ഓർമ്മ കിട്ടി തിരിച്ചു വരുന്ന നായികയ്ക്ക് എന്തോ ഓർമ്മ വന്നത് മുതൽ അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഓർമ്മയുണ്ട്, പഴയ കാര്യം അപകടം നടക്കുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങൾ ഓർമ്മയില്ല. അത് പോസ്റ്റ് ട്രോമാറ്റിക് അംനീഷ്യ ആണ്. ഇനി രണ്ടാമത്തത് ട്രാൻസൈറ്റ് ഗ്ലോബൽ അംനീഷ്യ. ഇതിനെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ട്രാൻസിറ്റ് ഗ്ലോബൽ അംനീഷ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് താഴെ പഠിച്ചതാണ്. ഇത് താൽക്കാലികമായിട്ടുണ്ടാകുന്ന ഒരു അംനീഷ്യയാണ്. ഗ്ലോബലി ഉണ്ടാകും, താൽക്കാലികമല്ല, ഗ്ലോബലി എല്ലാ ആളുകൾക്കും ഉണ്ടാകുന്ന അംനീഷ്യയാണ്. പ്രത്യേകിച്ച് മിഡിൽ ഏജ്ഡ് ആൻഡ് ഓൾഡ്, മധ്യവയസ്കരായ അല്ലെങ്കിൽ നല്ല പ്രായമുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു അംനീഷ്യ. ആൻഡ്രോഗ്രേഡ് അംനീഷ്യ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പുതിയ കാര്യങ്ങൾ ഓർമ്മയിൽ ഉണ്ടാകില്ല, പഴയ കാര്യങ്ങൾ ഓർമ്മയുണ്ടാകും, പുതിയ കാര്യങ്ങൾ ഓർമ്മയിലില്ല. അപ്പൊ ഇത് ആൻഡ്രോഗ്രേഡ് അംനീഷ്യ എന്ന് പറയാൻ കഴിയും. അപ്പൊ ഇത് കുറച്ച് പ്രായമുള്ള ആളുകൾക്കാണ് ഉണ്ടാകുന്നത്. സോ അതിന് നമ്മൾ പേര് പറയുന്നുണ്ട് ട്രാൻസൈറ്റ് ഗ്ലോബൽ അംനീഷ്യ. അപ്പൊ ഇത് പൊതുവിൽ ആളുകളിൽ കണ്ടുവരുന്ന രീതിയിലുള്ളൊരു അംനീഷ്യ ആയതുകൊണ്ട് തന്നെയാണ് ആ പേര് വന്നത്. ഇനി മൂന്നാമത്തത് ഇൻഫന്റൈൽ അംനീഷ്യ. ഇൻഫാന്റ്, ശിശുക്കളിൽ ഉണ്ടാകുന്നതല്ല, ശൈശവത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരാൾക്ക് ഓർമ്മ കാണില്ല. ഇത് നമ്മൾ ചൈൽഡ്ഹുഡ് അംനീഷ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പൊ ഇൻഫന്റൈൽ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് അംനീഷ്യ ഈസ് ദ ഇൻഎബിലിറ്റി ഓഫ് ഹ്യൂമൻ അഡൽട്സ് ടു റിമെമ്പർ എപ്പിസോഡിക് എക്സ്പീരിയൻസസ് ദാറ്റ് ഒക്കർ ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഓഫ് ലൈഫ്. നമ്മുടെ ജീവിതത്തിന്റെ ആദ്യകാലം, പ്രത്യേകിച്ച് 0 മുതൽ 3 വയസ്സ് വരെയുള്ള കാര്യം നമുക്ക് തീരെ ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ 10 വയസ്സ് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് സ്കാറ്റേർഡ് ആയിട്ട്, സ്പാഴ്സ് എന്ന് പറഞ്ഞാൽ സ്കാറ്റേർഡ് ആയിട്ട് ചിഹ്നിച്ചതറി മാത്രം ഓർമ്മ ഉണ്ടാകും. അപ്പൊ ഈ ഒരു ഓർമ്മയ്ക്ക് നമ്മൾ പറയുന്ന, ഈ ഒരു മറവിക്ക് നമ്മൾ പറയുന്നത് ഇൻഫന്റൈൽ അംനീഷ്യ. അത് നമുക്ക് എല്ലാവർക്കും ഉള്ള കാര്യമാണ്. കുട്ടിക്കാലത്തുള്ള കാര്യങ്ങൾ അത്ര കണ്ട് നമുക്ക് ഓർമ്മയിൽ കാണില്ല. ഇനി നാലാമത് ഡിസോസിയേറ്റീവ് അംനീഷ്യ. ഈ അംനീഷ്യ വരുന്നത് നമ്മുടെ മൈൻഡിൽ എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടാവുക. when your mind blocks out important information about yourself. നമ്മളെക്കുറിച്ച് തന്നെ അല്ലെ, നമ്മളെക്കുറിച്ച് തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ നമുക്ക് ചിലപ്പോൾ കഴിയില്ല. കാരണം അതിനെക്കുറിച്ച് ഒരു ഗ്യാപ്പ് വന്നു അല്ലെ. നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയായി കോളേജിലേക്ക് പോയി, പിന്നെ കുറേ കാലം വേറൊരു ജോലിയിലേക്ക് ഏർപ്പെട്ടതിന് ശേഷം സ്കൂളിലെ ആളുകളെ വീണ്ടും മീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല ആളുകളുടെയും പേര് ഓർമ്മ വരില്ല, അല്ലെങ്കിൽ നമുക്ക് സ്കൂളിൽ നടന്ന പല സംഭവങ്ങളും നമുക്ക് ഓർമ്മ വരില്ല. അതിന് കാരണം അവിടെ ഒരു ഗ്യാപ്പ് വന്നു, നമ്മുടെ മെമ്മറിയിൽ ഒരു ഗ്യാപ്പ് വന്നു. അപ്പോൾ ആ ഒരു മെമ്മറിയെ നമ്മൾ പറയുന്നത് ഡിസോസിയേറ്റീവ് അംനീഷ്യ എന്നാണ്. അപ്പോൾ നമ്മൾ 4 ടൈപ്പ് ഓഫ് അംനീഷ്യ പറഞ്ഞു. ഒന്ന് പോസ്റ്റ് ട്രോമാറ്റിക് അംനീഷ്യ. ഇത് ഓർമ്മ അപകടം കാരണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ട്രോമാറ്റിക് സിറ്റുവേഷൻസ് കാരണം നമ്മുടെ ഓർമ്മ എവിടേക്ക് പോകും? അബോധ അവസ്ഥയിലേക്ക് പോകും. പിന്നെ നമുക്ക് ബോധം തെളിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവില്ല. ഇതിനാണ് പോസ്റ്റ് ട്രോമാറ്റിക് അംനീഷ്യ എന്ന് പറയുന്നത്. രണ്ടാമത് ട്രാൻസിറ്റ് ഗ്ലോബൽ അംനീഷ്യ പറഞ്ഞു. അത് എല്ലാ ആളുകളിലും ഉണ്ടാകുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഗ്ലോബൽ അംനീഷ്യ എന്ന് പറയുന്നത്. ഒരു 40 വയസ്സ് കഴിയുമ്പോൾ വാർദ്ധക്യത്തിലേക്കൊക്കെ എത്തുന്ന ആളുകൾക്ക് പുതിയ കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മയുണ്ടാവില്ല, പഴയ കാര്യങ്ങളെക്കുറിച്ച് നല്ല ഓർമ്മയുണ്ടാകും. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു ഇൻഫന്റൈൽ അംനീഷ്യ. ഇത് കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള നമ്മുടെ ഓർമ്മകൾ, അത് ചെറിയ പ്രായത്തെക്കുറിച്ച് തീരെ ഓർമ്മയുണ്ടാകില്ല. 10 വയസ്സ് വരെയുള്ള കാര്യങ്ങൾ, ചില കാര്യങ്ങൾ മാത്രം ഓർമ്മയുണ്ടാകും. ഇതിന് നമ്മൾ ഇൻഫന്റൈൽ അംനീഷ്യ, പേരിൽ തന്നെ ഉണ്ട്, ഇൻഫാന്റ്, ശിശു എന്നാണ് അർത്ഥം അല്ലേ. പിന്നെ നാലാമത് നമ്മൾ പറഞ്ഞു നമ്മുടെ മെമ്മറിയെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ അവിടുത്തെ ലിങ്ക് നഷ്ടപ്പെടുന്നത് കൊണ്ട്, ഗ്യാപ്പ് വരുന്നത് കൊണ്ട് നമുക്ക് മറവി സംഭവിക്കുന്നു. ഇതാണ് നാലാമതായിട്ട് പറഞ്ഞത്. ഇനി അംനീഷ്യ ഉണ്ടാകാനുള്ള ചില കാരണങ്ങൾ. തലയ്ക്ക് പരിക്കേൽക്കുക. പല സിനിമകളിലും അല്ലെ, സിനിമകളിലൊക്കെ പറയാം, നമ്മൾ തലയിൽ ഒരു അടി കൊടുക്കുമ്പോൾ കാര്യം മറക്കുന്നു, അടുത്ത അടിക്ക് ഓർമ്മ വരുന്നു. അതൊക്കെ കുറച്ചൊന്ന് എക്സാഗ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മളെ തലയിൽ പരിക്ക് വന്നാൽ, സാരമായിട്ടുള്ള പരിക്ക് വന്നാൽ അത് അംനീഷ്യയിലേക്ക് നയിക്കും. അതേപോലെ ശക്തമായ പനി, എല്ലാ ശക്തമായ പനിയല്ല, ഇതൊക്കെ കാരണമായേക്കാം എന്നുള്ള രീതിയിലാണ് കേട്ടോ. ശക്തമായ പനി കാരണം അംനീഷ്യ ഉണ്ടാകുന്നു. അതേപോലെ സീവിയർ ഇൽനസ്, മാരകമായിട്ടുള്ള അസുഖം അല്ലെ, അസുഖം കൂടി അവസാനം ഓർമ്മ നഷ്ടപ്പെടുന്നു. കാരണം ഓർമ്മിക്കാനുള്ള നമ്മുടെ ശേഷിയൊക്കെ പിന്നെ
അസുഖം കാരണം വേറെ ഒന്നും നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നില്ല, മറ്റു ജീവിത സാഹചര്യങ്ങളുമായിട്ട് നമ്മൾ ഇടപെടുന്നില്ല. സോ സ്വാഭാവികമായിട്ട് നമ്മളിൽ മെമ്മറി ലോസ് ഉണ്ടാകുന്നു. പിന്നെ പറയാണ് സീസേഴ്സ്, ഇമോഷണൽ ഷോക്ക്, ആൽക്കഹോൾ റിലേറ്റഡ് ബ്രെയിൻ ഡാമേജ്. അപ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന പല തരത്തിലുള്ള ട്രോമാസ് കാരണം, മെൻ്റൽ ഷോക്കും സീസേഴ്സും അതേപോലെ ആൽക്കഹോൾ അഡിക്ഷനൊക്കെ കാരണം നമ്മുടെ ബ്രെയിനിലുണ്ടാകുന്ന ഡാമേജ് അംനേഷ്യയിലേക്ക് നയിക്കും. ഇനി അംനേഷ്യയുടെ ചില സിംറ്റംസ് പറയാണ്, അതിൻ്റെ ലക്ഷണങ്ങൾ പറയാണ് കേട്ടോ. ഇംപേർഡ് എബിലിറ്റി ടു ഏൺ ന്യൂ ഇൻഫോർമേഷൻ, പുതിയ കാര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാതിരിക്കുക, അല്ലെ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രശ്നം ഉണ്ടാവുക, ഇത് അംനേഷ്യയുടെ ഒരു ലക്ഷണമാണ്. പിന്നെ കൺഫ്യൂഷൻ, എന്ത് പറഞ്ഞാലും ആശങ്ക എന്ന് പറഞ്ഞാൽ ആശങ്കയല്ല, ഒരു ആശയക്കുഴപ്പം, ഒരു കൺഫ്യൂഷൻ, ഇത് അംനേഷ്യയുടെ ഒരു ലക്ഷണമാണ്. ഇൻഎബിലിറ്റി ടു റെക്കഗ്നൈസ് ലൊക്കേഷൻസ് ഓഫ് ഫേസസ്, ആളുകളെ സ്ഥലങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ വരിക, അല്ലേ? നമുക്ക് പരിചയമുള്ള, നമ്മൾ ഒരുപാട് പോയിട്ടുള്ള സ്ഥലം, ആ സ്ഥലത്തിൽ പോകുമ്പോൾ ഇവിടെ ഞാൻ മുന്നേ വന്നിട്ടുണ്ട്, ഈ സ്ഥലത്തിന്റെ പേര് ഇന്നതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ വരിക. അതേപോലെ ആളുകളെ, നമുക്ക് പരിചയമുള്ള ആളുകളെ, പരിചയമുള്ള ആളുകളാണ്, അയാളായിട്ടുള്ള റിലേഷൻ ഇന്നതാണ്, അയാളുടെ പേര് ഇന്നതാണ്, ഇത്തരം കാര്യങ്ങൾ ഓർക്കാതെ വരിക എന്നുള്ളത് അംനേഷ്യയുടെ ഒരു ലക്ഷണമാണ്. അതേപോലെ കൺഫാബുലേഷൻ, കാര്യങ്ങളായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാതെ വരികയൊക്കെ എന്നുള്ളത് അംനേഷ്യയുടെ സിംറ്റത്തിൽ പെട്ടതാണ്. സോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കിയിട്ട് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, അംനേഷ്യ റെഫേഴ്സ് ടു, അംനേഷ്യ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? മെമ്മറി ആണോ, ലോസ് ഓഫ് മെമ്മറി ആണോ, കൺഫ്യൂഷൻ ആണോ, എബിലിറ്റി ഓഫ് കൺഫാബുലേഷൻ ആണോ? ലോസ് ഓഫ് മെമ്മറി ആണ്, അല്ലെ? ലോസ് ഓഫ് മെമ്മറി, ഓർമ്മ നഷ്ടപ്പെടുന്നതിനെ കുറിച്ചാണ് അംനേഷ്യ എന്ന് പറയുന്നത്. രണ്ടാമത്തത്, അംനേഷ്യയുടെ സിംറ്റത്തിൽ പെടാത്തത് ഏത്? പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവില്ലാതിരിക്കുക, അംനേഷ്യയുടെ അടയാളത്തിൽപ്പെട്ടതാണ്. കൺഫ്യൂഷൻ അടയാളത്തിൽപ്പെട്ടതാണ്. എബിലിറ്റി ടു റെക്കഗ്നൈസ് ലൊക്കേഷൻ ഓർ ഫേസസ്, എബിലിറ്റി അല്ല, ഇൻഎബിലിറ്റി ആണ് അതിന്റെ സിംറ്റം, അല്ലെ? ഇൻഎബിലിറ്റി, തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അത് അംനേഷ്യ ആകില്ലല്ലോ. ഓക്കെ ആണെന്ന് കരുതുന്നു. ഇനി എ പേഴ്സൺ ഹു ക്യാൻ റിമെമ്പർ ന്യൂ ഇൻഫോർമേഷൻ, പുതിയ കാര്യങ്ങൾ പറ്റുന്നുണ്ട്. അപ്പോൾ പുതിയ കാര്യങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ ആരല്ല? ആൻട്രോഗ്രേഡ് അല്ല, അത് റെട്രോഗ്രേഡ് ആണ്. പുതിയ കാര്യങ്ങൾ പറ്റാത്ത ആളാണ് ആൻട്രോഗ്രേഡ്. ഡിസോസിയേറ്റീവ് അംനേഷ്യ നമ്മൾ അവസാനം പറഞ്ഞതാണ്, ഗ്യാപ്പ് കാരണം മറവി സംഭവിക്കുക. ട്രാൻസിറ്റ് ഗ്ലോബൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്, അല്ലെ? ഗ്ലോബൽ. അടുത്ത ചൈൽഡ്ഹുഡ് അംനേഷ്യക്ക് പറയുന്ന മറ്റൊരു പേര് ഇൻഫന്റൈൽ, അല്ലെ? അതൊക്കെ മറ്റു ഓപ്ഷൻ നോക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല. ശിശു എന്ന അർത്ഥം വരുന്നത് ഇൻഫാന്റ് ആണ്, ഇൻഫന്റൈൽ അംനേഷ്യ. ഇനി വാട്ട് ഈസ് അംനേഷ്യ പ്രൈമർലി ക്യാരക്ടറൈസ്ഡ് ബൈ, അല്ലെ? പ്രൈമർലി എന്താണ് അംനേഷ്യയിൽ വരുന്നത്? മെമ്മറി ലോസ്, അല്ലേ? ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് ഓർമ്മയിലുള്ള ഒരു പ്രശ്നമാണ്. വിച്ച് ടൈപ്പ് ഓഫ് അംനേഷ്യ ഇൻവോൾവ്സ് മെമ്മറി ലോസ് ആഫ്റ്റർ എ ഹെഡ് ഇഞ്ചുറി, നമുക്ക് തലയ്ക്ക് പരിക്കേറ്റതിന് ശേഷം വരുന്നത് ഏതായിരിക്കും? അല്ലെ, ഒരു അപകടം വന്നു കഴിഞ്ഞാൽ, അല്ലെ? പോസ്റ്റ് ട്രോമാറ്റിക് അംനേഷ്യ, അല്ലെ? ട്രാൻസിയന്റ് ഗ്ലോബൽ അംനേഷ്യ ഏത് പ്രായത്തിലുള്ള ആളുകളാണ്? കുറച്ച് പ്രായമുള്ള ആളുകൾക്കല്ലേ വരുന്നത്, മിഡിൽ ഏജ്ഡ് ആൻഡ് അതർ ഓൾഡർ ഇൻഡിവിജ്വൽസ്. ഇനി ഇൻഫന്റൈൽ അംനേഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫന്റ്, കുട്ടികൾക്ക് വരുന്നതാണ്, അല്ലെ? കുട്ടികൾക്ക് വരുന്നതല്ല, സോറി, കുട്ടിക്കാലത്തുണ്ട്, അത് ഓർക്കുക. ഇൻഫന്റൈൽ എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്തെ കുറിച്ചുള്ള മറവിയാണ്. ഇത് വരുന്നത് ആർക്കാണ്? അഡൽറ്റിനാണ്. മറവി വരുന്നത് അഡൽറ്റിനാണ്, കുട്ടിക്കാലത്തെ കുറിച്ചുള്ള മറവിയാണ് വരുന്നത്. ഇപ്പൊ ലോസ് ഓഫ് ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഡ്യൂ ടു ട്രോമ ആണോ? അല്ല, ഇവിടെ ട്രോമയൊന്നും വരുന്നില്ല. ഇൻഎബിലിറ്റി ടു ഫോം ന്യൂ ഇൻഫർമേഷൻ മെമ്മറീസ് ഇൻ ഇൻഫാൻസി ആണോ? ഇൻഎബിലിറ്റി ടു റിമെമ്പർ ഏർലി ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്, അതാണ്. ഇൻ ഇൻഫാൻസി അല്ല, മറിച്ച് നമ്മൾ നേരത്തെ അഡൽറ്റിന് ഉണ്ടാകുന്നതാണ്. എന്തിനെ കുറിച്ച്? നമ്മുടെ ഏർലി ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിനെ കുറിച്ച് ഒരു ഓർമ്മക്കുറവുണ്ടാകുന്നതിനാണ് ഇൻഫാന്റൈൽ അംനേഷ്യ എന്ന് പറയുന്നത്. ഇനി നാലാമത് പറഞ്ഞാൽ ഡിസോസിയേറ്റീവ് അംനേഷ്യ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് വരുന്നത്? ഗ്യാപ്പ് ഉണ്ടാകുമ്പോഴാണ്, അല്ലെ? മെമ്മറി ഗ്യാപ്സ്, ഇവിടെ മാത്രമേ ഗ്യാപ്സ് എന്ന് വരുന്നുള്ളൂ. അപ്പോൾ ഒരാളെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ ഗ്യാപ്പ് വരുമ്പോൾ അയാൾക്ക് മറവി സംഭവിക്കുന്നത് ഡിസോസിയേറ്റീവ് അംനേഷ്യയിലാണ്. വിച്ച് ടൈപ്പ് ഓഫ് അംനേഷ്യ എഫക്ട്സ് ഓൺ ദ എബിലിറ്റി ടു ഫോം ന്യൂ മെമ്മറീസ്, പുതിയ മെമ്മറീസ് അയാൾക്ക് ഫോം ചെയ്യാൻ കഴിയുന്നില്ല, പുതിയത് ഫോം ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെ? affects the ability to form new memories, അത് ആന്റിഗ്രേഡ് അംനേഷ്യയിലാണ്. അപ്പൊ പുതിയ കാര്യങ്ങൾ മനസ്സിലാവാത്തത് ആന്റിഗ്രേഡ്, പുതിയത് മനസ്സിലാകും, പഴയത് ഓർമ്മയില്ലാത്തത് റെട്രോഗ്രേഡിലാണ്.
അടുത്ത ചോദിക്കുന്നു, റെട്രോഗ്രേഡ് അംനേഷ്യ ഉള്ള ആളുകൾക്ക് എന്താണ് ഓർക്കാൻ കഴിയാത്തത്? അയാൾക്ക് ഓർക്കാൻ കഴിയാത്തത് പഴയ കാര്യമാണ്. അതായത് അംനേഷ്യ ഉണ്ടാകുന്നതിന് മുന്നേ ഉള്ള കാര്യമാണ്. പുതിയ കാര്യങ്ങൾ അയാൾക്ക് ഓർക്കാൻ കഴിയും. അടുത്ത കോമൺ കോസ് ഓഫ് അംനേഷ്യ. അംനേഷ്യയുടെ പ്രധാന ലക്ഷണം ഉറക്കമില്ലായ്മ അല്ല, ഹെഡ് ഇഞ്ചുറി ആണ് അല്ലെ, ഹെഡ് ഇഞ്ചുറി ആണ്, ഓവർ ഈറ്റിംഗ് അല്ല, ലിസൺ ടു ദ ലൗഡ് മ്യൂസിക് അല്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സിംറ്റം ഓഫ് അംനേഷ്യ? അംനേഷ്യയുടെ ലക്ഷണങ്ങളിൽ പെട്ടത് ഏതാണ്? എൻഹാൻസ്ഡ് സെൻസറി പെർസെപ്ഷൻ അല്ല, ഇംപ്രൂവ്ഡ് ഫിസിക്കൽ കോർഡിനേഷൻ അല്ല, ഇംപേർഡ് എബിലിറ്റി ടു ലേൺ ന്യൂ ഇൻഫോർമേഷൻ അല്ലെ. ഇതൊക്കെ നമുക്ക് പോസിറ്റീവ് ആകുന്ന കാര്യങ്ങളാണ് അല്ലെ. നമ്മുടെ ഫിസിക്കൽ കോർഡിനേഷൻ ഇംപ്രൂവ് ആവുക, അതേപോലെ നമുക്ക് സെൻസറി ഓർഗൻസിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് സഹായിക്കുക, ഇതൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇംപേർഡ് എബിലിറ്റി ടു ലേൺ ന്യൂ ഇൻഫോർമേഷൻ, പുതിയ വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ വരിക എന്നുള്ളതാണ് അംനേഷ്യയുടെ ഒരു സിംറ്റത്തിൽ പെടുന്നത്. ഇത് കോൺഫാബുലേഷൻ. നമ്മൾ കോൺഫാബുലേഷൻ എന്താണെന്ന് നേരത്തെ പറഞ്ഞിട്ടില്ല, ഈ ഒരു ക്വസ്റ്റ്യൻ വരാനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. കോൺഫാബുലേഷൻ എന്ന് പറയുന്ന അംനേഷ്യയുടെ ഒരു സിംറ്റം ആണ്. എന്താണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം? കോൺഫാബുലേഷൻ എന്ന് പറഞ്ഞാൽ മേക്കിംഗ് അപ്പ് സ്റ്റോറീസ് അൺകോൺഷ്യസ്ലി ടു ഫിൽ മെമ്മറി ഗ്യാപ്സ്. നമുക്ക് അംനേഷ്യ കാരണം മറവി വരും. അപ്പൊ ഈ മറവി വരുന്ന സമയത്ത് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? ഇല്ലാ കഥകൾ അല്ലെങ്കിൽ ഇല്ലാ കഥകൾ അൺകോൺഷ്യസ്, നമ്മൾ അറിയാതെ തന്നെ ഇല്ലാ കഥകൾ ഉണ്ടാക്കിയെടുക്കും. അതിനാണ് കോൺഫാബുലേഷൻ എന്ന് പറയുന്നത് കേട്ടോ. മേക്കിംഗ് അപ്പ് സ്റ്റോറീസ് അൺകോൺഷ്യസ്ലി ടു ഫിൽ മെമ്മറി ഗ്യാപ്സ്. നമ്മളിലുള്ള മെമ്മറി ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അറിയാതെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന മേക്കപ്പ് സ്റ്റോറീസിനെയാണ് കോൺഫാബുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് കരുതുന്നു. അടുത്തത്, വാട്ട് ടൈപ്പ് ഓഫ് അംനേഷ്യ ഈസ് ഓഫൻ കോസ്ഡ് ബൈ സിവിയർ ഇൽനെസ് ഓർ ഹൈ ഫീവർ? ശക്തമായിട്ടുള്ള പനി കാരണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാരകമായിട്ടുള്ള പരിക്ക് കാരണം ഉണ്ടാകാൻ സാധ്യതയുള്ളത് ആൻറ്ററോഗ്രേഡ് അംനേഷ്യ ആണ്. ഓക്കെ ആണെന്ന് കരുതുന്നു. സോ അംനേഷ്യയുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രധാന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത് ചെറിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ അംനേഷ്യ എത്ര തരം? നമ്മൾ 6 ടൈപ്സ് പറഞ്ഞു, മേജർലി 2 ടൈപ്സ് പറഞ്ഞു, അതിനെ വീണ്ടും 4 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അംനേഷ്യയുടെ കാരണങ്ങൾ പറഞ്ഞു, അതിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നല്ല ക്ലിയർ ആയിട്ട് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.